നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വീര്യം കൂടുന്ന വിദ്യാർത്ഥി സമരം. ലോ അക്കാദമി പ്രശ്നത്തിൽ നിലപാട് കടുപ്പിച്ച് VS. വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലാതെയുള്ള ഭൂമി തിരിച്ചുപിടിക്കണമെന്ന റവന്യൂ മന്ത്രിക്ക് VS അച്യുതാനന്ദന്റെ കത്ത്. അനധികൃതമായി മാനേജ്മെന്റിന് ഭൂമി നൽകിയത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം. അതിനിടെ വിദ്യാർത്ഥി സമരം പരിഹരിക്കാൻ അടിയന്തര ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ച് അക്കാദമി മാനേജ്മെന്റ്. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നാരായണൻ നായർ. യോഗത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുള്ള 5 പ്രതിനിധികൾക്കും ക്ഷണം. അതേസമയം സംസ്ഥാനത്തെ സ്വകാര്യ കോളേജുകളിലെ സമരത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. കൊടിയുടെ നിറം നോക്കിയാണോ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് പരാമർശം. സ്വാശ്രയ കോളേജുകൾ നൽകിയ ഹർജിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. കേസെടുത്ത് പോലീസ്. ദളിത് വിദ്യാർത്ഥിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ പോലീസ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പേരൂർക്കട പോലീസ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KE ബൈജുവിന് അന്വേഷണ ചുമതല. വിദ്യാർത്ഥി സമരത്തിൽ സമവായമാകാത്ത സാഹചര്യത്തിൽ ക്യാമ്പസ് തുറന്നു പ്രവർത്തിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി മാനേജ്മെന്റ്. പ്രിൻസിപ്പലിനെ മാറ്റിയാൽ സമരക്കാർ മറ്റൊരാവശ്യവുമായി രംഗത്ത് വരുമെന്ന് വിശദീകരണം. പോലീസ് സംരക്ഷണത്തോടെ ക്ലാസുകൾ തുറക്കാനും നീക്കം. ലോ അക്കാദമിയിലെ പ്രശ്നപരിഹാരത്തിന് തടസ്സം നിൽക്കുന്നത് CPM എന്ന VM സുധീരൻ. വിദ്യാർത്ഥികൾക്ക് വിശ്വാസ്യതയില്ലാത്ത പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നും KPCC അധ്യക്ഷൻ. പ്രശ്നത്തിൽ മന്ത്രിസഭ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അക്കാദമിക്ക് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് K മുരളീധരൻ. ആരോപണം തള്ളി മൻമോഹൻ. വായ്പാ തട്ടിപ്പിൽ രാജ്യം വിട്ട വിജയ് മല്യയെ വഴിവിട്ട് സഹായിച്ചുവെന്ന ആരോപണം തള്ളി മൻമോഹൻ സിംഗ്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മുൻ പ്രധാനമന്ത്രി. വായ്പ നൽകുന്നത് സംബന്ധിച്ചുണ്ടായത് സ്വാഭാവിക നടപടികൾ മാത്രം. വിശദീകരണം. മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസിനായി മാനദണ്ഡങ്ങൾ മറികടന്ന് UPA സർക്കാർ വായ്പ അനുവദിച്ചതിന്റെ തെളിവുകൾ BJP പുറത്തുവിട്ടതിന് പിന്നാലെ. എന്നാൽ മല്യ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിയായിരുന്ന ചിദംബരത്തിനും അയച്ച കത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കോൺഗ്രസ്. അതേസമയം നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക നില മോശമായെന്ന് മൻമോഹൻ സിംഗ്. വളർച്ചാ നിരക്ക് 6.6% നിന്ന് താഴേക്ക് പോകുമെന്നും മുന്നറിയിപ്പ്. NDA ഭരണത്തിനു കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താറുമാറായെന്ന് മുൻ കേന്ദ്ര ധനമന്ത്രി P. ചിദംബരം. നയിക്കാൻ വിനോദ് റായ്. മുൻ CAG വിനോദ് റായിയെ താൽക്കാലിക BCCI തലവനായി നിയമിച്ച് സുപ്രീം കോടതി. ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ, മുൻ വനിതാ ക്രിക്കറ്റ് താരം ഡയാന എഡുൽജി, വിക്രം ലിമ എന്നിവരും സമിതിയിൽ. എന്നാൽ ബോർഡിൽ കേന്ദ്രത്തിന് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം കോടതി തള്ളി. ജനുവരി 24 കേസ് പരിഗണിക്കവേ അമിക്കസ് ക്യൂറി മുന്നോട്ട് വെച്ച 9 പേരുകളിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇടക്കാല സമിതിയിലേക്ക് അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ കേന്ദ്രത്തിനും ബോർഡിനും അനുമതി നൽകുകയായിരുന്നു. ലോധ സമിതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് BCCI ഭരണസമിതി കോടതി പിരിച്ചുവിട്ടത് ജനുവരി 2-ന്. തുടർന്ന് പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കയെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.